ഇനി നിങ്ങളെ മക്കൾക്ക് രണ്ടാമത്തെ ഒരു സ്വഭാവമുണ്ട്, രണ്ട് സ്വഭാവമുണ്ട്. ബാപ്പയുടെ ഉമ്മയുടെ ഒരു സ്വഭാവം, അയറ്റുള്ള ശരിക്കുള്ള സ്വഭാവം കാണണമെങ്കിൽ അയറ്റുള്ള കൂട്ടുകാരെ നോക്കിയാൽ മതി. നിങ്ങളെ മക്കൾ 6 ബബിൾഗം തിന്നുന്ന മക്കളോടെയാണ് നടക്കുന്നതെങ്കിൽ 7ാമത്തെ സൈറ്റുകൾ ബബിൾഗം തിന്നും. നിങ്ങളെ മക്കൾ ഫുട്ബോൾ കളിക്കുന്ന 6 പേരുടെ കൂടിയാണ് നടക്കുന്നതെങ്കിൽ 7ാമത്തെ സൈറ്റുകൾ ഫുട്ബോൾ കളിക്കും. പുസ്തകം വായിക്കുന്ന 6 പേരുടെ കൂടെയാണെന്ന് അയറ്റുകൾ നടക്കുന്നതെങ്കിൽ 7ാമത്തെ സൈറ്റിൽ പുസ്തകം വായിക്കും. നിങ്ങളെ മക്കൾ ആരോടെയാണ് നടക്കുന്നത് നിങ്ങൾ നോക്കിക്കണ്ട. നിങ്ങൾ പറയുന്നത് ഞാൻ മത്തി കൊടുത്തിട്ടുണ്ട്, കിണറി കൊടുത്തിട്ടുണ്ട്, അയറ്റുകൾ ട്രൗസർ ചോദിച്ച് ഇട്ടെല്ലാം കൊടുത്ത്. എന്ത് ട്രൗസർ? അയറ്റയ്ക്ക് മനസമാധാനം കൊടുക്കണം, അയറ്റുകളോട് ചിരിക്കണം, അയറ്റുകളോട് സംസാരിക്കണം. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന കുടുംബത്തിലൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഞാൻ എൻ്റെ പരിപാടി ഈ കാറിലെല്ലാം പോകുമ്പോൾ അത് കുടുംബമാണോ എന്ന് നോക്കിയാൽ നിങ്ങൾ ഭാര്യയും ഭർത്താവും എല്ലാം വർത്താനം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ സമാധാനത്തിൽ നിന്നോളി. അതാണ് കുടുംബം. നിങ്ങൾ ഏതെങ്കിലും കാറെന്ന് പറയും ഭർത്താവ് വർത്താനം പറയുന്നുണ്ടെങ്കിൽ മൈക്ക അങ്ങേപ്പുറം ഇങ്ങേപ്പുറം വെച്ച് കെട്ടിയ പോലെ ഭർത്താവ് അങ്ങുന്ന് തോണ്ടും, ഭാര്യ ഇങ്ങുന്ന് തോണ്ടും, മക്കൾ എന്തെല്ലോ തോണ്ടും. എവിടെയാണ് തോണ്ടുന്നത്? ഈ മൊബൈൽ ഫോണിൻ്റെ തകരാറ്. നല്ല ഉപകരണം തന്നെയാണ് മൊബൈൽ ഫോൺ. പക്ഷേ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കള്ളും കഞ്ചാവും MDMA വിൽക്കപ്പെടുന്നത് എവിടെയാണ്? മൊബൈൽ ഫോണിൻ്റെ ഉള്ളിലാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന സ്ഥലം എവിടെയാ പറഞ്ഞോ? മൊബൈൽ ഫോൺ. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ചതിക്കപ്പെടുന്ന എവിടെയാ? മൊബൈൽ ഫോണിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ പഠിക്കാൻ ഇഷ്ടമില്ലാത്ത ഈ കുട്ടികളെ റൂമിൽ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പഠിപ്പിക്കുമ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ ഫോണുണ്ട് എങ്കിൽ ഒരു ഉമ്മയും ഉപ്പയും സഹോദരനും ചിന്തിച്ചോ, ആ കുട്ടി ലഹരി വസ്തു തേടിപ്പോവുകയാണോ, അതല്ല ഒളിച്ചോട്ടത്തിനുള്ള മുതിരുകയാണോ, അതല്ല നശിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണോ എന്നുള്ള ചിന്ത ആർക്കാ വേണ്ടത്? കുട്ടിക്കാണോ രക്ഷാകർത്താവിനാണോ? അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് കേരളത്തിൽ തൊപ്പി എന്ന് പറയുന്നൊരു ചെക്കൻ വളർന്നു വന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ തൊപ്പീന? വളാഞ്ചേരിയിൽ തുടിപ്പീടി ഉദ്ഘാടനം ചെയ്യാൻ വന്നതാണ് തൊപ്പി. നാട്ടുകാർ ഞെട്ടിപ്പോയി. വളാഞ്ചേരി ടൗണ് തിരക്ക് കൊണ്ട് ആറാടി നിന്ന് ബ്ലോക്കായിപ്പോയി. അപ്പോഴാണ് എല്ലാവരും തൊപ്പി ആരാ നോക്കിയത്. തൊപ്പി ആരാ നോക്കുമ്പോൾ ആരാ തൊപ്പി? ലോകത്ത് തെറി മാത്രം പറയുന്ന ഒരു ചെക്കെ. കേരളത്തിൽ 8.8 ലക്ഷം 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് തൊപ്പീൻ്റെ ആരാധകൻ. നിങ്ങളെ മക്കളും എൻ്റെ മക്കളും തൊപ്പീൻ്റെ ആരാധകനാ. അള്ളാഹു പറഞ്ഞ് ഒരു വാക്കും ഐറ്റുകൾ പഠിച്ച് അയാൾ ഫോളോ ചെയ്തിട്ടില്ല. ആരെയാണ് ഫോളോ ചെയ്തത്? പഠിക്കുകയാണെന്ന് പറഞ്ഞ് റൂമിലിട്ട് പൂട്ടുമ്പോൾ തൊപ്പി പറയുന്ന വാക്കാണ് എനിക്ക് ഇഷ്ടം. ആ തൊപ്പി പറയുന്ന വാക്ക് ഇഷ്ടമാണ്. കാരണം എന്താ പറയുക, കുട്ടിക്ക് ചീത്ത വിളിക്കാനൊക്കെ ഇഷ്ടമുണ്ട്. അങ്ങനെ ചീത്ത വിളിക്കണമെങ്കിൽ, ദേഷ്യം തീർക്കണമെങ്കിൽ കളിക്കളങ്ങൾ ഉണ്ടാവണം. ഇവിടെ വോളിബോളിൽ ഔട്ട് വിളിച്ചിട്ട് റൈറ്റ് വിളിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. നെറ്റ് കുടുങ്ങിക്കില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു കുളിർമ ഉണ്ടല്ലോ. ആ കുളിർമ നമുക്ക് വേണം. ആ കുളിർമ വേണമെങ്കിൽ കളിക്കാൻ അനുവദിക്കണം. അപ്പം നിങ്ങളെ മക്കൾ ഇങ്ങനെ സ്കൂള് വീട് എന്ന് പറയുന്നതാണോ? എല്ലാവരോടും ചിരിച്ചിട്ട് ഈ മഹലിനോട് ചേർന്ന് നിന്ന് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടിയാണോ നല്ല കുട്ടി? വേമ്പ്ര പറഞ്ഞോ. സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന, മഹലിനോട് ചേർന്ന് നിൽക്കുന്ന, എല്ലാവരോടും ചിരിക്കുന്ന, കല്യാണ വീടുകളിൽ സജീവമായ കുട്ടി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനാര് നന്നാവണം? രക്ഷാകർത്താക്കൾ നന്നാവണം. ഇപ്പോൾ ലഹരിയാണോ ഇവിടുത്തെ വിഷയം? അവിടെ MDMA എന്ന് പറയുന്ന ഒരു സാധനം കൂടി ഇറങ്ങിയിട്ടുണ്ട്. അതും കൂടി അങ്ങ് പഠിച്ചോളി നിങ്ങൾ. അതോടുകൂടി നമ്മളെ കഥ വിടക്കുകയും. MDMA കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കണ്ടില്ല? 2 പഞ്ചസാര തരി ഒട്ടിച്ച് പോയത്തെ സാധനമാണ് MDMA. ഗ്രാമീണ കൊലപാതകം നടന്നത്. ഞാനും പ്രണയിക്കണമെന്ന് ഇഷ്ടപ്പെടുന്ന ആളെ എന്നെ പ്രണയിച്ചിട്ടില്ല എങ്കിൽ ഞാൻ കുത്തിക്കൊല്ലുക. കേരളത്തിൽ അതാ നടക്കുന്നത്. അതാ കുട്ടീൻ്റെ കുഴപ്പമല്ല. കുട്ടിയുടെ തലച്ചോറിനെ നശിപ്പിക്കുന്ന ഈ ലഹരി, രാസലഹരി കുട്ടിയുടെ തലച്ചോറ് പ്രവർത്തിച്ച്. അവിടെ മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇതിൻ്റെ പ്രത്യേകത 6.5 കൊല്ലം കൊണ്ട് ഒരു തീരുമാനമാവും. ചാവൂല, ചത്തിക്കിണ്ട കുഴിച്ചിടേനു. 6.5 കൊല്ലം കൊണ്ട് മുഴുത്ത ഭ്രാന്തന്മാരായിട്ട് നിങ്ങൾ മാറും. ഇനിയെല്ലാം ഭ്രാന്തനാന്ന് ആലോചിച്ചോക്കടാ. കത്തി കൊണ്ട് ഇതിലൂടെയെല്ലാം ഓടുന്നതെന്ന് ആലോചിച്ച് നല്ല രസമില്ലേ? എടാ ഇനി ആലോചിച്ചോക്ക്. ഒന്നും കൊടുക്കാണ്ട് ഇതിലൂടെയെല്ലാം പറക്കുന്നേ. വാ, വണ്ടർഫുൾ. ഞാനത് ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളുടെ ടീമാണേ. നിങ്ങൾ ഉപയോഗിക്കണം കേട്ടാ. ഏറ്റവും നമുക്ക് ഇതെല്ലാം കാണണം. അതാ ഞാൻ പറഞ്ഞ ലഹരി ബോധവൽക്കരണം നടത്തിയിട്ട് ഇന്ന് വരെ ഒറ്റൊരുത്തരും നന്നായിക്കാം. ഞാൻ 12 കൊല്ലമായി ക്ലാസ് എടുക്കുന്നത്. ഇതുവരെ ആരെങ്കിലും നന്നായാ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാം പൊട്ടാ പിന്നെ ഇനി എന്തിനാ ഇവിടെ വന്നേന്ന് എനിക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അതുകൊണ്ട് നിങ്ങളൊന്നും പറക്കുന്നത് കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ പറക്കണം. അല്ലെ ഭ്രാന്താശുപത്രി കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഇന്ന് മുതൽ ഈ MDMA കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഇത് തുറന്നു വെച്ചാൽ അലിഞ്ഞു. അതുകൊണ്ട് തന്നെ ലേസിൻ്റെ പാക്കറ്റിൽ, എയർടൈറ്റ് പാക്കറ്റ്, അതുപോലത്തെ ചെറിയ പാക്കറ്റിൽ ഇതുണ്ടാവും. നമ്മൾ കണ്ടുപിടിച്ച എല്ലാ പിള്ളന്മാർ ഇതേടിയ ഒളിപ്പിച്ച് വെച്ചതെന്നറിയാം. നിങ്ങൾ ഈ പാൻറ്റിൻ്റെ ഈ സ്ട്രാപ്പില്ലേ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ തുള വെച്ചിട്ട് സൂക്ഷിക്കുക. ഇതുള്ള കുട്ടീൻ്റെ അടുത്ത് ഒരു പ്ലാസ്റ്റിക് കാർഡ് ഉണ്ടാവും ഇത് പൊടിക്കാൻ വേണ്ടിയിട്ട്. മൊബൈൽ ഫോണിൻ്റെ സ്ക്രീന് നോക്കുമ്പോൾ എപ്പം പൊടി ഉണ്ടാവും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നറിയോ?
ഒരു പ്രാവശ്യം ഇത് പൊടിച്ചിട്ട് നാവിൻ്റെ തൊട്ടിലിട്ടാൽ അല്ലെങ്കിൽ ചുണ്ടിലിട്ടാൽ മൂക്കിലിട്ടാൽ 48 മണിക്കൂർ പറക്കും. ഇതിന് ദോഷം എന്താ അറിയോ, 48ാമത്തെ മണിക്കൂറിൽ ഇതേ അളവിൽ ഈ രാസവസ്തു ഉള്ളിൽ കിട്ടിയിട്ടില്ല എങ്കിൽ മൂത്ത പേരാന്തിരിക്കും. അതാണ് ഇതിൻ്റെ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വെറുതെ തരുന്നത്. വെറുതെ എന്നാൽ എന്താ ഗുണം? 48ാമത്തെ മണിക്കൂറിൽ എന്ത് വേണം പറ? വീണ്ടും തിന്നേ. നിങ്ങൾ ആരോട് ചോദിക്കും, ബാപ്പ MDMA ലേശം കിട്ടുമോ എന്ന് ചോദിക്കുമോ നിങ്ങൾ ബാപ്പയോട്? ആരോടെ ചോദിക്കുക? അവിടെ ചോദിക്കും, ആ തന്ന ആളോട്. അവിടെ സൂക്ഷിച്ചോ നിങ്ങൾ. ഈ പള്ളീൻ്റെ പരിസരത്ത് ഈ പള്ളീൻ്റെ പരിസരത്ത് ഇങ്ങനെ ഈ ഒരു മടവൂർ കുന്നത്ത് പള്ളിയുടെ മഹലിൻ്റെ പരിസരത്ത് ഒരു MDMA വിൽക്കുന്നൊരു ചങ്ങായി ഉണ്ടെങ്കിലേ, ഓൻ 1 കൊല്ലം കൊണ്ട് 7 പേരെ മുഴുത്ത ഭ്രാന്തനാക്കും. അതുകൊണ്ട് നിങ്ങളും ഞാനും ഒക്കെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഇവിടെ തുടങ്ങണം. അതുകൊണ്ടാണ് യുവജനങ്ങൾ നമുക്ക് വേണമായിരുന്നു എന്ന് പറഞ്ഞത്. നിങ്ങൾക്കിതെല്ലാം കേൾക്കുവാനേ പറ്റൂ. പ്രവർത്തിക്കേണ്ടതാരാ? നിങ്ങളിവിടുത്തെ MDMA വെക്കുന്നവനെ കണ്ടാൽ നിങ്ങളെ ട്രൗസർ കഴിഞ്ഞു പോകും. കാരണം എന്താ? ഓ പ്രഭോ, മനസ്സിലായില്ല? ഇങ്ങനെ പറയും നിങ്ങൾ. ഇവലോ നാടിന് ഭ്രാന്ത് വരുത്തുന്ന ഓനെ കൊല്ലണം എന്നുള്ള ബുദ്ധി ഈറ്റിയൊക്കെ ഉണ്ടാവും. ശരിയാണ്, സംഭവം മനസ്സിലായില്ല നിങ്ങൾക്ക്? അപ്പോൾ യുവജനങ്ങൾക്ക് ഈ ബോധം ഉണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ട് ഇന്ന് മുതൽ യുവജനങ്ങളാണ് നമ്മളെ പ്രതീക്ഷ. അതുകൊണ്ട് എല്ലാ പരിപാടികളിലും അവരുടെ സാമീപ്യങ്ങൾ ഉറപ്പുവരുത്തണം. പോലെ വെറുതെ വിടരുത്. നമുക്ക് സമൂഹത്തോട് ചേർത്ത് പിടിക്കണം ആ കുട്ടികളെ. ഇവിടെ MDMA കണ്ടുപിടിക്കാൻ എളുപ്പമെന്ന് പറഞ്ഞല്ലോ. ഇത് കവറിൻ്റെ ആ കവറാണ് നമുക്ക് ആ ഓവർസിയർ വീട്ടിൻ്റെ മേലെ നിന്ന് കിട്ടിയത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് കണ്ടാൽ, ഇത് ഉപയോഗിക്കുന്നവനെ കണ്ടാൽ മനസ്സിലാവില്ല. മനസ്സിലായില്ലേ? ഈ 48 മണിക്കൂർ ഉറങ്ങാത്തതുകൊണ്ട് അത് അവിടെ അങ്ങ് പിടിക്കാൻ പറ്റുക. ഞാൻ തലശ്ശേരി ഇത് MDMA ഉപയോഗിച്ച 8ാം ക്ലാസ്സിലെ ചെക്കൻ്റെ അമ്മയോട് ചോദിച്ചല്ലമ്മ, നിങ്ങൾക്ക് ഈ ചെക്കൻ ഉറങ്ങാതിരിക്കുന്ന ഇത് ഉപയോഗിച്ചാൽ 48 മണിക്കൂർ ഉറങ്ങൂല എന്ന് പറയില്ലേ? ഉറങ്ങാൻ പറ്റൂല. ഭക്ഷണവും വെള്ളവും കുടിക്കൂല. ഇതിൻ്റെ ഹാങ് ഓവർ കഴിഞ്ഞാൽ ഭയങ്കര കുടിയും ഭയങ്കര തിന്നലായിരിക്കും. പാലാപ്പള്ളി തിരുപ്പള്ളി എന്നുള്ള പാട്ടങ്ങ് വെച്ചാൽ തുള്ളലോട് തുള്ളലായിരിക്കും. 48 മണിക്കൂർ ഈറ്റുകൾ തുള്ളും. അതുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന ബാപ്പിയും ആങ്ങളെയൊന്നും പറഞ്ഞു, എൻ്റെ ചക്ക കണ്ടാ തുള്ളുന്നേ. ഒരു പാട്ട് വെച്ചാൽ എത്ര പാട്ടിന് തുള്ളാൻ പറ്റും ഒരു മനുഷ്യന്? അതുകൂടി അങ്ങ് പഠിച്ചാളായി. മാക്സിമം 3 പാട്ടിന് അത് തുള്ളാൻ പറ്റൂ. തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങളെ പിള്ളേർ തുള്ളുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, ഒരു പരാന്തരാന്നുള്ള ബോധം. ഇനിയിപ്പോൾ ഞാൻ പറയുന്നതെല്ലാം കളവാണെന്ന് തോന്നുന്നെങ്കിൽ എല്ലാവരുടെ അടുത്ത് മൊബൈൽ ഫോൺ ഉണ്ടല്ലോ. സോംബിയൻസ് നടിക്ക്. അമേരിക്കയിലെ ഫിലാഡൽഫിയയിലാണ് സോംബിയൻസിൻ്റെ ഡംപിങ് ഏരിയ. ലഹരി വസ്തു ഉപയോഗിച്ച് സ്വന്തം ശരീരം ജീർണിച്ച് ഇങ്ങനെ സ്വന്തം ശരീരം ഇങ്ങനെ മുറിച്ച് സന്തോഷം കണ്ടെത്തുന്ന, സ്വന്തം ശരീരത്തിൽ ജീർണിച്ച് അലിഞ്ഞ രീതിയിൽ ശരീരാവയവങ്ങളുള്ള മനുഷ്യന്മാരുടെ പേരാണ് സോംബിയൻസ്. അമേരിക്കയിലെ ഫിലാഡൽഫിയയിലാണ് ഈ സോംബിയൻസിൻ്റെ കൂടാരം. ഞാൻ ഇവിടെ പറഞ്ഞത് എന്തിനാണെന്നറിയോ? എറണാകുളത്തിൻ്റെ മണ്ണിൽ കഴിഞ്ഞ ദിവസം പോലീസ് ഒരു സോംബിയനെ കണ്ടിട്ടുണ്ട് കാറിൻ്റെ ബേക്കിൽ. ഇനി മടവൂരിൽ എപ്പോൾ ഉണ്ടാകുമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുക. ഇവനെല്ലാം സോംബിയൻസ് ആണെന്ന് ആലോചിച്ചു നോക്ക്. ഇങ്ങനെ എല്ലാം ഇങ്ങനെ കീറി മുറിച്ച് ചീഞ്ഞളിഞ്ഞ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു വന്ന് നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? അങ്ങനെ വരാതിരിക്കുക. അതുകൊണ്ട് ഇത് പരീക്ഷിക്കാൻ പോലും നിൽക്കണ്ട. കള്ള് കുടിച്ചാലൊന്നും നിങ്ങൾ ഒരു ദിവസം കുടിച്ചാലൊന്നും നാളെ കുടിക്കും തോന്നൂല. കാരണം ഛർദ്ദിച്ച് പണ്ടാരടങ്ങും. പിന്നെ കള്ള് കണ്ടാൽ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കും. പിന്നീട് മാത്രമേ കള്ളിനല്ല അത് നല്ലതാണെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. സിഗരറ്റ് വലിച്ചാൽ ചുമച്ച് മരിക്കും. ക്ഷീണെന്തില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഏതാ ഉപയോഗിക്കേണ്ടത്? എവിടുന്നാ കിട്ടുവാൻ നോക്കുന്നുണ്ട് നിങ്ങൾ? അതുകൊണ്ട് എനിക്ക് എൻ്റെ മക്കളെ പേടിയാണ്. അതുകൊണ്ട് എനിക്ക് തലശ്ശേരിയുള്ള അമ്മ പറഞ്ഞ വാക്കാണ് എന്നെ വല്ലാതെ സ്വാധീനിച്ചത്. അമ്മയോട് ചോദിച്ചല്ലമ്മ, ഈ ചെക്കൻ ഇത് ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലായില്ല? ഈ ചെക്കൻ 48 മണിക്കൂർ ഉറങ്ങാതിരിക്കുന്ന നിങ്ങൾ നോക്കിയില്ല? അപ്പോൾ ഈ അമ്മ പറഞ്ഞു, ഞാൻ ഉറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഈ ചെക്കൻ പറയാ, അമ്മേ എനിക്ക് കുറേ പഠിക്കുവാനുണ്ടമ്മ, ഞാൻ കുറേ പഠിച്ചിട്ട് അങ്ങ് ഉറങ്ങിക്കോളൂ, അമ്മ പോയിട്ട് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് നിങ്ങളെ മക്കൾ പറഞ്ഞാൽ ബാപ്പാ എനിക്ക് കുറേ പഠിക്കുവാനുണ്ട്, ഞാനങ്ങ് ഉറങ്ങിക്കോളൂ, നിങ്ങൾ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ നിങ്ങളെന്താ പറയുക? തങ്കപ്പെട്ട ചക്ക സെൽഫി എടുക്കും, പഠിക്കുന്ന മോനും ഞാനും.